ഇന്ന് നല്ലൊരു മട്ടൺ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ മട്ടൺ അതിൻ്റെ എല്ലും കൊഴുപ്പും ഒക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഈ മട്ടൺ ഒന്ന് വേവിച്ചെടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്, കല്ലുപ്പാണ്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നത്. ഒരു സവാള മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തതാണ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കാനുള്ളത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് മൂന്നും കൂടി മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്, നമുക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ചേർത്താൽ മതിയാവും. നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മട്ടണിലേക്ക് ഈ മസാലയൊക്കെ പിടിക്കാനായിട്ടൊരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം വേവിച്ചെടുക്കാം. മട്ടൺ മസാല പുരട്ടി വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലേക്ക് ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. സ്റ്റീൽ കുക്കർ ആയതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുവാണ്. ഏകദേശം ഒരു 2 ടീസ്പൂൺ എണ്ണ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി മസാല പുരട്ടി വെച്ചിട്ടുള്ള മട്ടൺ അതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഒരു 4 വിസിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ബാക്കി ലോ ഫ്ലെയിമിൽ 3 വിസിലും അത്രയും മതിയാവും. നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. 4 വിസിൽ മട്ടൺ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. ഞാൻ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെയാണ് കുക്കറിൽ വേവിച്ചെടുത്തത്. വെള്ളം അധികം തന്നെ ഇറങ്ങണം, നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. വേവിച്ചെടുത്ത മട്ടണിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല. ഒരുപാട് ഇട്ടാലും അത് കരിഞ്ഞു പോകത്തേ ഉള്ളൂ, അപ്പോൾ ഒരുപാട് മസാല ഒന്നും അതിനകത്തേക്ക് വേണ്ട. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അത് ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ അല്പം ഉപ്പ് ചേർത്തിട്ടാണ് അത് വേവിച്ചെടുത്തത്, എന്നാലും കുറച്ച് ഉപ്പുകൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. വീണ്ടും ഒരു 10 മിനിറ്റ് കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മസാലയൊക്കെ മട്ടണിലേക്ക് ഒന്ന് പിടിക്കണം. ഇനി അടുത്ത സ്റ്റെപ്പ് ഇത് ഫ്രൈ ചെയ്യുകയാണ്. നമ്മൾ നോർമലി ചുമ്മാ വരിട്ടങ്ങ് ഫ്രൈ ചെയ്യുമല്ല, സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണം. വറുത്തെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെക്കുക. ഇനി അത് വറക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ മസാല പുരട്ടി വേവിച്ച് വെച്ചിട്ടുള്ള ഇറച്ചി ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ട് മട്ടൺ ഇട്ട് വറുത്തെടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡ് നന്നായിട്ട് മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് കോരിയെടുക്കാം. ബാക്കിയുള്ള മട്ടനും കൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാടങ്ങ് കരിക്കരുത്. ബാക്കിയുള്ള മസാല നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ മട്ടനും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരുപാട് എണ്ണ ഒഴിച്ച് വറുത്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. കാരണം ഇതിനകത്ത് ഒരുപാട് മസാലയുണ്ട്, പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ അധികം എണ്ണ ചേർക്കാതെ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമുക്ക് ഇത് കോരിയെടുക്കാം. നമ്മുടെ ഈ മട്ടൺ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വറുത്തെടുത്ത അതേ പാനിലേക്ക് ഒരല്പം എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നാൽ അതിലേക്ക് കറിവേപ്പില ചേർക്കാം. ഇനി അതിലേക്ക് നമുക്ക് സവാള ചേർക്കാം. ഇതുപോലെ വട്ടത്തിലരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക് ഇതുപോലെ മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വഴണ്ട് ഈ ഒരു കളറാകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മട്ടൻ്റെ മുകളിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ മട്ടൺ ഫ്രൈ. നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ സവാള പച്ചമുളകും വഴറ്റി അതിലേക്ക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. എല്ലാവരും ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.